ആദിവാസി തോട്ടം വനമേഖലയാൽ ചുറ്റപ്പെട്ട വരന്തരപ്പള്ളി ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടുള്ള പഞ്ചായത്തിൽ ആർക്കാണ് മേൽക്കൈ എന്നത് പ്രവചനാതീതം. CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, BJP എന്നിവർക്കെല്ലാം സ്വാധീനമുള്ള പഞ്ചായത്താണ് വരന്തരപ്പള്ളി. 22 വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ പുനർവിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 24ആയി. നിലവിൽ CPM 9, കോൺഗ്രസ് 6, BJP 4, CPI 3, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇടതുമുന്നണി ഭരിക്കുന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിൽ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ 15 ലക്ഷം വകയിരുത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികൾ നടപ്പിലാക്കി. 101 പുതിയ റോഡുകൾ നിർമ്മിച്ചു. 158 റോഡുകൾ നവീകരിച്ചു. വിവിധ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി മൊബൈൽ ക്രിമിറ്റോറിയം നടപ്പിലാക്കി. ചിമ്മിനി ഇക്കോ ടൂറിസം വികസനം, മുനിയാട്ടുകുന്നിലെ പ്രാദേശിക ടൂറിസം പദ്ധതി, ലൈഫ് ഭവന പദ്ധതിയിലെ മികച്ച പുരോഗതി എന്നിവയും നേട്ടപ്പട്ടികയിൽ ഇടം നേടുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ട് 108 കുടുംബങ്ങൾക്ക് ഭക്ഷണവും മരുന്നും അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ വീട് പുനരുദ്ധാരണം, വീടും ഭൂമിയില്ലാത്തവർക്ക് വീടും ഭൂമിയും അതുപോലെ വീട് ആവശ്യമുള്ളവർക്ക് വീട് നൽകുന്നതിനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 45 സ്ത്രീകൾക്ക് സ്വയം ഈ തൊഴിൽ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കെടുകാര്യസ്ഥതയുടെ ഭരണകാലമെന്നാണ് പ്രതിപക്ഷ ആരോപണം. കാതലായ ഒരു വികസന പ്രവർത്തനവും പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ നടപടിയെടുത്തില്ല. കാട്ടാനാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടും വിഷയത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ജലക്ഷാമം നേരിടുന്ന വാർഡുകളിൽ കുടിവെള്ള ജലസേചന പദ്ധതികൾ തുടങ്ങിയില്ലെന്നും കർഷകർക്ക് നൽകേണ്ട സബ്സിഡി യഥാസമയം നൽകിയില്ലെന്നും ആക്ഷേപമുണ്ട്. 10 കോടിയിലധികം രൂപയുടെ വികസന ഫണ്ടുകളാണ് സമയബന്ധിതമായി പദ്ധതി നിർവഹിക്കാൻ കഴിയാത്തത് മൂലം ഈ ഭരണസമിതി പാഴാക്കി കളഞ്ഞിട്ടുള്ളത്. പുതിയതായി ഈ വർഷത്തിൽ ഒരു റോഡ് പോലും മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് പണിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ മുഴുവൻ ആളുകളുമുള്ളത്. അതിൻ്റെ കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്ത് വീതത്തിൻ്റെ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്തത് മൂലം 4 കോടി രൂപയോളമാണ് ഈ വർഷം സ്പിൽ ഓവർ പദ്ധതികൾക്കായി വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്നത്. മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ശോച്യാവസ്ഥയിലാണെന്നാണ് മറ്റൊരു ആരോപണം. കുടുംബാരോഗ്യ കേന്ദ്രം, ആയുർവേദ ആശുപത്രി, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ നിർവഹണ ഉദ്യോഗസ്ഥനില്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നു. ആദിവാസി പട്ടികജാതി ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പരാജയപ്പെട്ടു. യുവാക്കൾക്കായി കളിസ്ഥലം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. ചിമ്മിനി ഡാമുമായി ബന്ധപ്പെട്ട് വലിയൊരു സാധ്യത ടൂറിസം മേഖലയിൽ വലിയൊരു സാധ്യതയുണ്ട്. പക്ഷെ ആ വരന്തരപ്പള്ളിയുടെ ആ ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരു പരിശ്രമം അതിനു വേണ്ടിയിട്ട് ഫണ്ട് വയ്ക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിശ്രമം നടത്തിയിട്ടില്ല. വരന്തരപ്പള്ളിയിൽ ഓരോ ദിവസവും വാശിയേറുകയാണ്. ഒടുവിൽ ആര് വിജയ കിരീടം ചൂടുമെന്നറിയാൻ ഡിസംബർ 13 വരെ കാത്തിരിക്കാം.